യഹൂദരെ ഭയന്ന് കതകടച്ച്, ഇതൊന്ന് ഭാവനയിൽ കാണുക. ഒരു മുറിക്കകത്ത് അടഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ അടഞ്ഞ കതകിൻ്റെ അടഞ്ഞ മുറിയിൽ യേശു പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, ഭയപ്പെടണ്ട, സമാധാനം. ഇവർക്ക് കുറേ കൂടി കൂടുതൽ ഭയമായി. ഉദാഹരണത്തിന് പത്രോസ്, ആരാ കഥക് തുറന്നേ? കഥകാരാ തുറന്നേ? കഥക് അടിച്ചിരുത്ത് കഥകാരാ തുറന്നേ? ഞങ്ങളാരും തുറന്നില്ല. പിന്നെ എങ്ങനെ അകത്ത് വന്നു? കഥക് അടഞ്ഞെല്ലാം കിടക്കണം. കഥക് അടഞ്ഞു തന്നെ കിടക്കണം, ആളെങ്ങനെ അകത്ത് വന്നു? അപ്പോൾ അവരുടെ ഭയം സാവധാനം മാറി അവർക്കൊരു ചിരി വരാൻ തുടങ്ങി. ഇതാരത്? ഇതാരത്? ഞാൻ തന്നെയാണ്. ഇതാ എൻ്റെ കൈകളിലെ പാടുകൾ കാണുന്നില്ലേ? എന്തി പറയണേ? 2 ദിവസം മുമ്പ് കുരിശിൽ തറച്ച് കൊന്ന് കുഴിച്ചിട്ട, അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇതാ കുഴിച്ചിട്ട നമ്മുടെ കർത്താവാണോ? നിങ്ങൾക്ക് സമാധാനം. ഒന്ന് ശരിക്കും ആ മുറിയിലുണ്ടാന്ന് പ്രതീക്ഷിക്കുക. നിങ്ങൾ ആ മുറിയിൽ തന്നെ ഉണ്ടായ ഒരാളാണെന്ന് വിചാരിക്കുക. എന്നിട്ട് ചിന്തിച്ച് നോക്ക്. 2 ദിവസം മുമ്പ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഈ യേശുവിനെ അവസാനത്തുള്ളി രക്തം വരെ തുളച്ച് എടുത്ത് മാറ്റി. അവസാനത്തുള്ളി രക്തവും കൂടി വാർന്നു. അവൻ്റെ ശരീരം എങ്ങനെയായിരുന്നു എന്നുള്ളതിന് പറയുന്നതാണ്, അവനെ കണ്ടവർ അമ്പരന്ന് പോയി. അവൻ്റെ എല്ലുകൾ എണ്ണാമായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി അല്ല. ഈ ചാട്ട കൊണ്ട് അടിച്ചടിച്ച് ശരീരത്തിലെ മാംസമെല്ലാം വലിച്ച് കീറിയെടുത്തു. അങ്ങനെ ഇരുന്ന ആ യേശുവിൻ്റെ ശരീരം രക്തം മുഴുവനും വാർന്നു പോയോ? പോയോ ഇല്ലയോ? ശ്രദ്ധിച്ച്, പോയോ? യേശു കുരിശിൽ മരിച്ചപ്പോൾ രക്തം മുഴുവനും വാർന്നുപോയി. പക്ഷേ ആ യേശു കബറിടത്തിൻ്റെ ഉള്ളിൽ ആയിരിക്കുമ്പോൾ അവനെ പുതിയ ഉണ്ടായോ? ഒന്ന് കൈവീശി കാണിച്ചേ, ഒന്ന് കൈവീശിയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ രക്തമുണ്ടായോ? പുതിയ ശരീരമുണ്ടായോ? ഈ ശരീരത്തിൻ്റെ പ്രത്യേകത എന്താ? അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും സ്ത്രീയിൽ നിന്ന് ജാതനായി ഇല്ലേ? സ്ത്രീയിൽ നിന്ന് എങ്ങനെയാണ് ജാതനായത്? മർത്യമായ ശരീരത്തോടു കൂടിയാണ് ജാതനായതെങ്കിൽ ആ മർത്യ ശരീരം ഇപ്പോൾ ഈ കബറിടത്തിൻ്റെ ഉള്ളിൽ വെച്ചെന്തായി മാറി? അമർത്യ ശരീരമായി മാറി. അതുകൊണ്ടാണ് അമർത്യ ശരീരത്തിന്, എന്നാൽ ശരീരമുണ്ട് താനും, ശരീരത്തിൽ രക്തവുമുണ്ട്, എന്നാൽ അമർത്യത. അതാണ് യേശുവിൻ്റെ ഉത്ഥിതനായ യേശുവിൻ്റെ പ്രത്യേക ശക്തി. ആ യേശുവിന് സ്ഥലകാല സീമുകളെല്ലാം അതിലംഘിച്ചുകൊണ്ട്, വസ്തുവകകളിലെല്ലാം അതിലംഘിച്ചുകൊണ്ട് പ്രവേശിക്കാൻ പറ്റും. അടഞ്ഞു കിടന്ന മുറിയിൽ കടന്നു. അപ്പോൾ ഞാനിനി കൺവെൻഷൻ്റെ കാര്യത്തിലേക്ക് പറയാം. ഞാനങ്ങനെ ആൾക്കാരെ വിളിച്ചപ്പോൾ ആൾക്കാർ ചോദിച്ചു, രോഗശാന്തി കിട്ടുമോ? അപ്പോൾ ആദ്യമൊക്കെ ഞാൻ പറയും വിശ്വാസം ഉണ്ടെങ്കിൽ കിട്ടുമെന്ന് പറയും. പക്ഷേ ഇത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞതോടുകൂടി പിന്നെ ഞാൻ പറയും തീർച്ചയായിട്ടും കിട്ടും എന്ന് പറയും. തീർച്ചയായിട്ടും കിട്ടും.
ഞങ്ങൾക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. വേണ്ട, നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിലും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ അടുത്ത കൺവെൻഷന് നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ, നിങ്ങൾ വീട് തോറും കയറി ഇറങ്ങുമ്പോൾ ചോദിക്കും, രോഗശാന്തി കിട്ടുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ? ഉണ്ടാകും. ഞങ്ങൾക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, കുഴപ്പമില്ല, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഒന്ന് പറഞ്ഞെല്ലാവരും, നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിലും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അടഞ്ഞുകിടന്ന കതകിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. നമ്മൾ പാരമ്പര്യ ധ്യാനത്തിലൊക്കെ പറയുന്നത് ഹൃദയം തുറക്കട്ടോ, ഹൃദയം തുറക്ക്, ഹൃദയം തുറക്ക്, ഹൃദയം തുറന്നില്ലെങ്കിൽ ഒന്നും കിട്ടൂല. ഇന്ന് നമ്മൾ പറയും, നിന്റെ ഹൃദയം തുറന്നില്ലെങ്കിലും എൻ്റെ കർത്താവ് നിന്റെ ഹൃദയത്തിൻ്റെ അടഞ്ഞു കിടക്കണ ഹൃദയത്തിൽ കടന്നു വരുന്നവനാണ്. ഹല്ലേലൂയ. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അതാണ് ശുശ്രൂഷകർ എന്ന് പറഞ്ഞാൽ. ശുശ്രൂഷകരുടെ വിശ്വാസം അടഞ്ഞു കിടക്കണ സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലണതായിരിക്കണം. അടഞ്ഞു കിടക്കണ ഭവനങ്ങളിലേക്ക്, അടഞ്ഞു കിടക്കണ ഹൃദയങ്ങളിലേക്ക്, ചീഞ്ഞ ലാസർമാരിലേക്ക് കടന്നു ചെല്ലണം. അങ്ങനെ നമ്മുടെ വിശ്വാസം ജ്വലിക്കണം. അത് കർത്താവ് ഈശോ മിശിഹായുടെ ശക്തി കൊണ്ട് മാത്രമാണ്. അത് കർത്താവ് ഈശോ മിശിഹായിലൂടെ ലഭിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ മാത്രമാണ്. നമുക്കൊന്ന് സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ശബ്ദമുയർത്തി സ്തുതിച്ചുകൊണ്ട് പ്രൈസ് ദ ലോർഡ്. ഈ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഇവിടെ വരണ്ടില്ലായിരുന്നു തോന്നണ്ടോ? ഈ കടിച്ച പൊട്ടാത്ത കാര്യമെല്ലാം നമ്മൾ കേൾക്കണോ? അതാണ് പൗലോസ്ലീഹ പറഞ്ഞത്, നിങ്ങൾക്ക് പാല് കുടിക്കണോ അതേ ഘനമായ ഭക്ഷണം കഴിക്കണോ? നിങ്ങൾ ഇനിയും പാല് കുടിക്കുന്ന കുട്ടികളെ പോലെ ആകരുത്. 20ാമത്തെ വർഷം കൺവെൻഷൻ നടത്തണമെങ്കിൽ നിങ്ങൾ എങ്ങനെ ആയിരിക്കണം? കുറച്ച് കട്ടിയുള്ള ആഹാരം കഴിച്ച് നിങ്ങൾ തന്നെ ഒരുങ്ങണം. നിങ്ങൾ തന്നെ ഒരുങ്ങണം. ഇപ്പോൾ കട്ടിയുള്ള ആഹാരം വിളമ്പട്ടെ. കട്ടിയുള്ള ആഹാരം വിളമ്പണമെങ്കിൽ അത് ദഹിക്കണ്ടേ? അത് ദഹിക്കണമെങ്കിൽ കുറച്ച് വല്ല അരിഷ്ടം എന്തെങ്കിലും നേരത്തെ കുടിക്കണം. ഇത്തിരി വയറൊക്കെ ഒന്ന് ദഹനത്തിനുള്ള എന്തെങ്കിലും മരുന്ന് കഴിക്കണോ വേണ്ടയോ? എന്ന പോലെയാണ് ഈശോ തന്നെ പറഞ്ഞു, ഞാൻ ഈ പറയണ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് ഇങ്ങനെ ദഹനത്തിന് തരുന്ന ഒരു അരിഷ്ടം പോലെയാണ്. കേൾക്കുന്ന കാര്യം, ഭക്ഷിക്കുന്ന കാര്യം ദഹിച്ചില്ലെങ്കിലും അതകത്ത് ചെല്ലുമ്പോൾ ദഹിപ്പിക്കണ ഒരു പരിപാടിയാണ്. അതുകൊണ്ടാണ് ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട്. ആ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. നമുക്ക് ലഭിച്ചത് ജ്ഞാനസ്നാനമാണ്. അതെല്ലാവരും പറഞ്ഞേ, എന്താ നമുക്ക് ലഭിച്ചത്? ജ്ഞാനസ്നാനമാണ് ലഭിച്ചത്. ജ്ഞാനസ്നാനത്തിൽ നമുക്ക് എന്ത് ലഭിച്ചു? ജ്ഞാനം ലഭിച്ചു. പക്ഷേ ആ പെട്ടി തുറന്നിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മളിപ്പോഴും നമ്മുടെ മാനുഷികമായ ബുദ്ധിയിൽ രൂപം കൊള്ളുന്ന ചില ആശയങ്ങൾ ആണ് ജീവിക്കുന്നതെങ്കിൽ അതല്ല ദൈവം നമുക്ക് നൽകുന്ന ക്രിസ്തീയ ആധ്യാത്മികത. ക്രിസ്തീയത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെ ജീവിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ ജ്ഞാനം ജ്ഞാനസ്നാനത്തിലൂടെ പരിശുദ്ധാത്മാവിലൂടെ നമ്മളിൽ അനർഗളമായി നിർഗളിച്ചുകൊണ്ട് ചൊരിഞ്ഞുകൊണ്ട് ഓരോരുത്തരിലും ദൈവിക വെളിപാടുകൾക്കായിട്ട്
ദൈവം നമ്മളെ ഒരുക്കിയിരിക്കുന്നു. അതാണ് കൊരിന്ത്യോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1 കൊരിന്ത്യസ് 1-ാം അധ്യായത്തിൽ 30-ാമത്തെ വചനം. 1 കൊരിന്ത്യസ് 1-ാം അധ്യായം 30-ാമത്തെ വചനം. 1 കൊരിന്ത്യസ് 1-ാം അധ്യായം. യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ നമ്മുടെ ജീവിതത്തിന്റെ ഉറവിടം അവിടുന്നാണ്. എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട് ഒരു കരമുയർത്തി ഏറ്റു പറയാം. യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ ഉറവിടം അവിടുന്നാണ്. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. ഒന്നുകൂടി ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട്, ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. ഒന്നുകൂടി വായിച്ചേ ആദ്യം മുതൽ. യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ ഉറവിടം അവിടുന്നാണ്. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. ഈ വചനത്തെ രണ്ടായി മുറിക്കുകയാണെങ്കിൽ ആദ്യ ഭാഗം പറയുന്നത് എന്താണ്? യേശുക്രിസ്തുവിലുള്ള, ആദ്യ ഭാഗം എന്താ പറയണേ? യേശുക്രിസ്തുവിലുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഉറവിടം യേശുക്രിസ്തു തന്നെയാണ്. കണ്ടോ? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭം എവിടെന്നാ? യേശുക്രിസ്തുവിലാണ്. നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ കുഞ്ഞിനെയും കൊണ്ട് ഈ ദേവാലയത്തിൽ വന്നു. ഇങ്ങോട്ട് കയറിയോ? ഇല്ല, അവിടെ വാതുക്ക നിന്നപ്പോൾ ഇവിടെ നിന്ന് വൈദികനും എല്ലാവരും കൂടി വാതുക്കിലേക്ക് അങ്ങോട്ട് വന്നിട്ട് പറയാണ്, നിനക്ക് ഈ സഭയിലേക്ക് സ്വാഗതം, ഈ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നിനക്ക് സ്വാഗതം. നിന്നെ ഇപ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞാകാൻ പോവുകയാണ്. നീ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നീ ദൈവത്തിലേക്ക് പ്രവേശിക്കുന്നു. നിങ്ങൾ എന്താഗ്രഹിക്കുന്നു? അപ്പോൾ അങ്ങനെ നമ്മൾ സ്നാന സമയത്ത് തന്നെ നമ്മൾ എന്ത് സംഭവിച്ചു? ക്രിസ്തീയ ജീവിതത്തിലേക്ക് വന്നു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉറവിടം എന്താണ്? ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉറവിടം ക്രിസ്തു തന്നെയാണ്. നമ്മൾ എന്താ വിചാരിച്ചേക്കണേ? പറയും. നമ്മൾ വിചാരിച്ചേക്കണത് ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ പള്ളിയിൽ പോകും, ഞാൻ പ്രാർത്ഥിക്കും, ഞാനൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഇന്ന് കാര്യം നടക്കണത്, ഞാൻ മുട്ടുമ്പോൾ നിന്ന് എന്തോരം പ്രാർത്ഥിച്ചിട്ടാണ് കാര്യം നടക്കണമെന്നറിയാം, ഞാൻ ചരളുമ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടാണ് കാര്യം നടക്കണമെന്നാണ് നമ്മൾ വിചാരിക്കണത്. അതൊന്നുമല്ല ഉറവിടം. നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടം ആരാണ്? ഒറ്റ വാക്ക് പറഞ്ഞേ, ശബ്ദം ഉയർത്തി പറഞ്ഞേ, യേശു ക്രിസ്തുവാണ്. ഉറവിടം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉറവിടം. ഈ വാക്കുകളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നാട്ടിൽ കിണർ കുത്തൻ ഞാനങ്ങനെ ഒരു കിണർ കുത്തനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര ആകാംക്ഷയിലാണ്. കൊച്ചായിരുന്നപ്പോൾ ഈ കിണറ്റിൽ കുത്തി പോണു, വെള്ളം വരണത് എപ്പോഴാണെന്നുള്ളത്. അപ്പോൾ കുറേ ഞാൻ രാവിലെ പോയി നോക്കും, വെള്ളം വന്നോ? വെള്ളം വന്നില്ല. അപ്പോൾ ഇവർ വീണ്ടും കുത്തുകയാണ്. കുറേ ചെന്നപ്പോൾ ഇതിനകത്ത് ഒരു മൂപ്പൻ, ഒരു ശ്രേഷ്ഠനായ ഒരാളുണ്ടാവുമല്ലോ, അയാൾ പറഞ്ഞ് ഇനി സൂക്ഷിക്കണം, ഈ പണി സാധനങ്ങളെല്ലാം മുകളിൽ കയറ്റിക്കുള്ളൂ, ഇനി സൂക്ഷിക്കണം, ഉറവ പൊട്ടാറായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വെള്ളം വരാറായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇയാൾക്കിതറിയാം. ഇയാൾക്കിത് എങ്ങനെ അറിയാമെന്ന് ഇപ്പം എനിക്ക് അനുമാനിക്കുമ്പോൾ ഇയാൾക്ക് എനിക്ക് തോന്നണത് അവിടുത്തെ നനവ് കണ്ടിട്ടുണ്ടാകാം. നനവ്, മണ്ണിന് കുറച്ച് നനവ്.
എന്നിട്ട് ഇയാളെ എന്തോ ഒരു മുൻകരുതൽ, ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്, എന്തോ ഒരു മുൻകരുതലുകൾ എടുത്തു എന്ന് മനസ്സിലാക്കണം. ഇയാൾ അവരോട് പറഞ്ഞു, മുകളിലേക്ക് പെട്ടെന്ന് ഓടിക്കയറാനുള്ള മാതിരി ഗോണി വയ്ക്കണം. അപ്പോൾ ഈ കയർമ കെട്ടിയിട്ടേക്കണ ഒരു തരം ഗോണിയാണ്. ആ ഗോണി ഒരെണ്ണം എക്സ്ട്രാ വെച്ചിരിക്കുകയാണ്. 2 ഗോണി ഉണ്ടെന്ന് വെച്ചു അയാൾ. കാരണം ഇയാൾക്കറിയാം, ഉറ പൊട്ടിയാൽ ചിലപ്പോൾ വെള്ളം പെട്ടെന്ന് ഇത് നിറയും, പിന്നെ ചിലപ്പോൾ കയറി പോകാൻ പറ്റാണ്ടാവും, ആൾ വെള്ളത്തിൽ മുങ്ങാൻ സാധ്യതയുണ്ട്. അതൊക്കെ പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോഴാണ് ഇയാൾ എത്ര മുൻകരുതലോടെയാണ് അത് ചെയ്തത്. പണി ആയുധങ്ങൾ ആവശ്യമില്ലാത്തൊക്കെ മുകളിലോട്ട് പറഞ്ഞു വിട്ടു. ഈ ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ഇനി ജാഗരൂകരായിരിക്കണം, ഉറ പൊട്ടാൻ പോവുകയാണ്. അടുത്ത ലെയർ മണ്ണ് എടുത്തതോടുകൂടി പണ്ട് വെള്ളമൊന്ന് ചാടി വന്നു. വെള്ളത്തിൻ്റെ ഉറവിടം, ഉറവ ഇങ്ങനെ പൊട്ടി ഉടനെ പടപടപടാന്ന് കിണറ്റിലങ്ങ് വെള്ളം നിറയാൻ തുടങ്ങി. ഇവരിതേ ഓടറാന്ന് പറഞ്ഞ് കയറി ഓടി രക്ഷപ്പെട്ടു. പെട്ടെന്ന് വെള്ളം അരവരിയായി, തലവരിയായി, മുകൾവരിയായി. അപ്പോഴേക്കും ഇവരെല്ലാവരും കിണറ്റിൻ്റെ മുകളിൽ കയറി. ഇനി ആ കിണർ ഒരിക്കലും വറ്റാത്ത ഒരു ഉറവയായി മാറി. നമ്മുടെ നാട്ടിലൊക്കെ ചില കിണറുകളുണ്ടല്ലോ, ഒരിക്കലും വറ്റാറില്ല. ചില കിണറുകൾ വറ്റാറുണ്ട് വേനൽക്കാലത്ത്. ഞാനിത് പറയണത്, ഈശോ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവി എന്ന് അവിടെ പറഞ്ഞേക്കണേ. അരുവി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ സൈഡിലൂടെ പോണ ഒരു തോട് മാതിരിയല്ലേ തോന്നുള്ളൂ. പക്ഷെ അതിൻ്റെ കൃത്യമായ വാക്ക് ഉറവ എന്നാണ്. ഉറവ ചില ഭാഷകളിൽ അങ്ങനെ തന്നെയാണ്. जीवन जल का स्रोत मुझ में बहा दो. हिंदी कहो, जीवन जल का स्रोत मुझ में बहा दो, प्रज्वलित कर मेरे हृदय में तेरे प्रेम के अग्नि ज्वाला. അപ്പോൾ ഒന്ന് ഇത് വെള്ളത്തിൻ്റെ ഉറവയാണെങ്കിൽ മറ്റൊന്ന് അഗ്നിയുടെ ജ്വാലയാണ്. ഇത് രണ്ടും പരിശുദ്ധാത്മാവിൻ്റെയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനത്തെ വറ്റാത്ത ഒരു കിണർ മാതിരിയാണ്. എപ്പോഴും പുതുവെള്ളം, എപ്പോഴും പുതുവെള്ളം. ഇപ്പോൾ വേറൊരാശയം വരാണ്. പുതുവെള്ളം എങ്ങനെ ഉണ്ടാവണത്? അതിനകത്തുള്ള വെള്ളം കോരിയാലല്ലേ പുതുവെള്ളം ഉണ്ടാവുള്ളൂ. വെള്ളം മറ്റുള്ളവർക്ക് അങ്ങ് കോരിക്കൊടുക്ക്, ധാരാളം കോരിക്കൊടുക്കുന്നതനുസരിച്ച് പുതിയ വെള്ളം വന്നുകൊണ്ടിരിക്കും. കോരിക്കൊടുക്കുന്നില്ലെങ്കിലോ അവിടെ വെള്ളം കെട്ടിക്കിടക്കും. ഈ വിശുദ്ധ നാടുകളിൽ പോയിട്ടുള്ളവർ എത്ര പേര് വിശുദ്ധ നാടുകളിൽ പോയിട്ടുണ്ട്? അധികം പേരൊന്നും പോയിട്ടില്ല. കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിശുദ്ധ നാടിൻ്റെ ഒരു പടം കണ്ടാലും മതി. വിശുദ്ധ നാടിൻ്റെ പടം ബൈബിളിൻ്റെ പുറകുവശത്തുണ്ട്. ദൂരമൊന്നും പോകണ്ട, ഒന്ന് തുറന്ന് നോക്കി. ബൈബിളിൻ്റെ പുറകുവശത്ത് ഒരു പടമുണ്ട്, വിശുദ്ധ നാട്. ഞാനിങ്ങനെ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ വേർപ്പ് പോലെ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വെള്ളം കൂടുതൽ ആരെങ്കിലും കുടിപ്പിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, നല്ല ആശയമാണല്ലേ. ഞാൻ ഈ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ നാടിൻ്റെ ആ ചിത്രത്തിൽ കാണാം, മുകളിലൊരു തടാകം വലിയ, അത് ചാവുകടൽ എന്ന് പറയും. താഴെ ഒരു തടാകം, അതിന് ഗലീലി കടൽ എന്ന് പറയും. ഇത് രണ്ടിനെയും കൂടി യോജിപ്പിച്ചിരിക്കുന്നത്, ഇത് രണ്ടിലേക്കും വെള്ളം വരുന്നത് ജോർദാൻ നദിയിൽ നിന്നാണ്. അപ്പോൾ നോക്കിയേ, ജോർദാൻ നദി ഇങ്ങനെ മുകളിൽ നിന്ന് താഴെ ഒരു ലൈൻ കാണും. അതിൻ്റെ മുകളിൽ ഒന്ന്
താഴെ 2 തടാകങ്ങൾ. മുകളിലെ തടാകം എന്ന് പറയുന്നത് ചാവുകടൽ, താഴെ ചെറുത് ഗലീലി കടൽ. എന്താ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? രണ്ടിലും വെള്ളം വരുന്നത് ജോർദാൻ നദിയിൽ നിന്നാണ്. പക്ഷെ ഒന്ന് ചാവുകടൽ എന്നുള്ള വാക്കിൽ നിന്ന് തന്നെ നമുക്കറിയാം, ഇറ്റ് ഈസ് എ ഡെഡ് സീ. ഡെഡ്, ചാവുകടൽ, ചത്ത് കിടക്കണം. അതിനകത്ത് മത്സ്യം, ഒരു പൂച്ചുട്ടി പോലും അതിനകത്തില്ല, ഒരു നത്തോലി പോലും അതിനകത്തില്ല, ഒരു പൊടിമീൻ പോലും അതിനകത്ത് വളരില്ല. എന്തുകൊണ്ട്? എന്നാൽ ഇതേ ജോർദാൻ നദിയിൽ നിന്നും വെള്ളം ഒഴുകുന്ന ഗലീലി തടാകത്തിൽ നിറച്ചു മത്സ്യം, ചാകര, എന്തോ ഒരു ജീവനാണ്. ആ തടാകത്തിൻ്റെ ചുറ്റുമാണ് ഈശോയുടെ കാലത്ത് പത്രോസും കൂട്ടരെല്ലാം ഭയങ്കര മീൻപിടുത്തം നടത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? ജോർദാൻ നദിയിൽ നിന്ന് തന്നെയാണ് വെള്ളം ഒഴുകുന്നതെങ്കിലും ഗലീലി തടാകത്തിൽ ധാരാളം മത്സ്യമുണ്ട്. എന്നാൽ ചാവുകടൽ, അതേ നദിയിൽ നിന്ന് വെള്ളം ഒഴുകുന്ന അതേ വെള്ളമുള്ള ചാവുകടലിൽ ജീവനേ ഇല്ല. ഒന്ന് കൈവീശി കാണിച്ച് യേശുവേ സ്തോത്രം. കാരണം ഇതാണ്, ചാവുകടൽ താഴ്ന്ന തലത്തിലാണ്. അതിൽ നിന്നും പുറത്തേക്ക് വെള്ളം പോകുന്നില്ല, അതിൽ നിന്ന് പുറത്തേക്ക് വെള്ളം പോകുന്നില്ല, അത് വെള്ളം ആർക്കും കൊടുക്കുന്നില്ല. ഗലീലി തടാകം കുറച്ച് ഉയർന്ന തലത്തിലായാണ്, അതിൽ നിന്നും വെള്ളം വയലുകളിലേക്ക് പോകുന്നു, ധാരാളം സ്ഥലങ്ങളിലെ നനയ്ക്കുന്നു. അതുകൊണ്ട് എപ്പോഴും പുതുവെള്ളം, എപ്പോഴും പുതുവെള്ളമാണ്. ചാവുകടലിലെ വെള്ളം പുതുവെള്ളമല്ല, വെള്ളം വരുന്നു, അത് കെട്ടിക്കിടക്കുന്നു, അതാർക്കും ഒരു ഉപയോഗത്തിന് കൊടുക്കുന്നില്ല. അതുകൊണ്ട് അതിൽ സ്റ്റാഗ്നൻ്റ്, വെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്ന് അത് കട്ട പോലെയായി. അതുകൊണ്ടാണ് ചാവുകടലിൽ പോകുന്നവർക്ക് വെള്ളത്തിൻ്റെ മീതെ ഇങ്ങനെ കിടന്നാലും മുങ്ങിപ്പോവില്ല. അത്രയ്ക്ക് തിക്കാണ്, അത്രയ്ക്ക് കനമുണ്ട് വെള്ളത്തിന്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെല്ലാം ഒരു കാലത്ത് എങ്ങനത്തെ ക്രിസ്ത്യാനി ആയിരുന്നു? എങ്ങനത്തെ ക്രിസ്ത്യാനി ആയിരുന്നു? ചാവുകടൽ ക്രിസ്ത്യാനിയായിരുന്നു. വെള്ളമുണ്ട്, പക്ഷേ കെട്ടിക്കിടക്കണം. ഞായറാഴ്ച പള്ളിയിൽ പോകണം, ചിലവർ എല്ലാ ദിവസവും പള്ളിയിൽ പോകണം, കൊന്തയിലണം, പ്രാർത്ഥിക്കണം. പക്ഷേ ഒരു വചനം മറ്റൊരാളോട് പറയുകയോ ഒരു ശുശ്രൂഷാ മേഖലയിൽ മറ്റുള്ളവരെ സഹായിക്കുകയോ ചെയ്തില്ല. അതുകൊണ്ട് നമ്മൾ ചാവുകടൽ. എന്നാൽ ശുശ്രൂഷാ മേഖലയിൽ വന്നതോടുകൂടി, കർത്താവിന് വേണ്ടി ശുശ്രൂഷ നയിക്കാൻ നമ്മൾ ഓരോരുത്തരെയും ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി നമ്മളിൽ നിന്നും വെള്ളം പരിശുദ്ധാത്മാവ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളിൽ പുതുവെള്ളം എപ്പോഴും. അപ്പോൾ നമ്മൾ ഏത് കടൽ പോലെയായി? ഗലീലി കടൽ പോലെയായി, ഗലീലി തടാകം പോലെയായി. സ്നേഹമുള്ളവരെ, ഇത് ശുശ്രൂഷാ മേഖലയിൽ വളരുമ്പോൾ ഇങ്ങനെ ഒരു തത്വം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മളിൽ കൂടുതൽ വെള്ളം വരും, കൂടുതൽ വെള്ളം നിറയും, കൂടുതൽ പരിശുദ്ധാത്മാവ് വരും, നമ്മുടെ കിണറ്റിൽ കൂടുതൽ ജലം. അപ്പോൾ ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണ്? നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടം, ഉറവ കർത്താവ് ഈശോ മിശിഹ തന്നെയാണ്. ആ ഈശോ മിശിഹായുടെ ജീവിതത്തിൻ്റെ ഉറവിടമോ? ആ ഈശോ മിശിഹായുടെ ജീവിതം എങ്ങനെയാണ്? കണ്ടോ, നമ്മൾ വിശ്വാസ പ്രമാണം, പിതാവിലുള്ള വിശ്വാസം, പുത്രനിലുള്ള വിശ്വാസം, പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം, ഇങ്ങനെയാണ്. അതിൽ പുത്രനിലുള്ള വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയണത്? പുത്രനായ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഈ പുത്രൻ, കണ്ടോ, ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി. കണ്ടോ, ഈ പുത്രൻ. അപ്പൊ പുത്രനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഈ പുത്രന്റെ ജീവന്റെ ഉറവിടം എവിടെ നിന്നാണ്? പരിശുദ്ധാത്മാവാ. ഈ പുത്രൻ, എല്ലാവരും പറഞ്ഞേ, ഈ പുത്രൻ, ഉച്ചത്തിൽ പറഞ്ഞേ, ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു, ജാതനായി.
അപ്പം അവിടെ ഈ പുത്രൻ തന്നെ പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തിലൂടെയാണ് ജനിച്ചത് തന്നെ. ഇനി പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രസ്താവിക്കുമ്പോഴോ കർത്താവും ജീവദാതാവും പിതാവിനും പുത്രനും സമനായവനും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും ഉത്ഭവിക്കുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനുമായ പ്രവാചകരിലൂടെ സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ടാണ് ഈശോ ഗലീലയിലേക്ക് മടങ്ങിയത്. ജോർദാനിൽ സ്നാനം സ്വീകരിച്ച യേശു ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 14-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ലൂക്ക 4:14 പറയുകയാണ്, അവൻ ആത്മാവിനാൽ നിറഞ്ഞവനായി. യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടെ ആത്മാവും ശക്തി കൊണ്ട് നിറഞ്ഞ് ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. ഗലീലയിലേക്ക് മടങ്ങി. അതായത് യേശുവിൻ്റെ ജീവിതം, യേശു ഗർഭം അവസ്ഥയിൽ, യേശു അമ്മയുടെ ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിലൂടെയാണ്. യേശുവിൻ്റെ പരസ്യ ജീവിതം മുഴുവനും പരിശുദ്ധാത്മാവിലൂടെയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടം, എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടം, നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്നാണ്. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. 4 കാര്യങ്ങളാണ്. ഒന്നുകൂടി കരം ഉയർത്തി ഏറ്റു പറഞ്ഞുകൊണ്ട്, യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ ഉറവിടം അവിടുന്നാണ്. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ കാര്യം എന്താണ്? ജ്ഞാനം. ദൈവം അവനെ, കർത്താവായ യേശുവിനെ നമുക്ക് വേണ്ടി എന്താക്കി? ജ്ഞാനമാക്കി. അവൻ ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ഇതേ അധ്യായത്തിൽ തന്നെ 24-ാമത്തെ വചനത്തിലൊന്ന് നോക്കാം. 1 കൊരിന്ത്യസ് 1-ാം അധ്യായം 24-ാമത്തെ വചനത്തിൽ പറയുന്നത് എന്താണ്? വിളിക്കപ്പെട്ടവർക്ക് യഹൂദനോ ഗ്രീക്കുകാരോ ആകട്ടെ ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവും അത്രേ. എല്ലാവരും കരമുയർത്തി ശബ്ദം ഉയർത്തി ഏറ്റു പറഞ്ഞുകൊണ്ട്, വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. ദൈവത്തിന്റെ ജ്ഞാനവും അത്രേ. ക്രിസ്തു ആരാണ്? ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവും. അതുകൊണ്ടാണ് നമ്മൾക്ക് ജ്ഞാനസ്നാനമാണ് നൽകിയിരിക്കുന്നത്. എന്താ കിട്ടിയിരിക്കുന്നത്? ജ്ഞാനസ്നാനം. അപ്പം ഈ ജ്ഞാനസ്നാനത്തിലൂടെ ക്രിസ്തുവാകുന്ന ജ്ഞാനത്തിൽ നമ്മളെ മുക്കിയിരിക്കുന്നു. അഥവാ ക്രിസ്തുവിൻ്റെ ജ്ഞാനം മുഴുവനും നമുക്ക് നൽകിയിരിക്കുന്നു. കൊളോസ്യോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 3-ാമത്തെ വചനത്തിൽ കാണാം. കൊളോസ്യോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാമത്തെ വചനം പറയുകയാണ്. എല്ലാവരും കരമുയർത്തി ഏറ്റു പറഞ്ഞുകൊണ്ട്, ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ അവനിലാണല്ലോ ഒളിഞ്ഞു കിടക്കുന്നത്. ഒന്നുകൂടി എല്ലാവരും കരമുയർത്തി ശബ്ദം ഉയർത്തിയേറ്റ് പറഞ്ഞുകൊണ്ട്, ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. ഒരിക്കൽ കൂടി, ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. അപ്പൊ ഈ ഒളിഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
അതാണ് ഈ നിധിയുടെ പ്രത്യേകത. നിധി ചുമ്മാ ഇങ്ങനെ പുറത്ത് കിടക്കില്ല. നിധി വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് എപ്പോഴും അത് ഒളിച്ചു വെച്ചിരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മൾക്കൊരു നിധിയുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കാശ് കൂടുതലുണ്ടെങ്കിൽ അത് ചുമ്മാ എല്ലാവരും കാണണമായിട്ട് ഇട്ടേക്കോ, അത് വിലപ്പെട്ടതാണ്. അല്ലെങ്കിൽ നമ്മളുടെ ആഭരണങ്ങളാണെങ്കിൽ ചില അലമാരകളുടെ അകത്ത് ഒരു സീക്രട്ട്, ഒരു രഹസ്യ അറയുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് രഹസ്യമൊന്നുമില്ല. കള്ളൻ വന്നു കഴിഞ്ഞാൽ അലമാരയിൽ എവിടെ ആദ്യം നോക്കുക? ആ രഹസ്യ അറയിലാണ് നോക്കണേ. അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായതുകൊണ്ട് ഇപ്പോൾ ആരും രഹസ്യ അറയിൽ ഒന്നും വെക്കാറില്ല. അത് കള്ളനും അറിയാം. അതുകൊണ്ട് അവൻ അവിടെ ഒന്നും നോക്കൂല. അവൻ അലമാരയുടെ മുകളിലൊക്കെ പോയി തപ്പി നോക്കുള്ളൂ. എന്തുമാകട്ടെ, വിലപിടിപ്പുള്ള സാധനങ്ങൾ സാധാരണഗതിയിൽ രഹസ്യ അറകളിൽ കൂടുതൽ പൂട്ടും താക്കോലുമായിട്ട് വയ്ക്കും. അതാണ് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി അവനിലാണല്ലോ ഒളിച്ചു വച്ചിരിക്കുന്നത്. അവനിപ്പോൾ എവിടെയാ? അവൻ എവിടെയാ? അവൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയോ? അതോ ഉയർത്തെഴുന്നേറ്റ് അവൻ നമ്മുടെ ആത്മാവിലേക്ക് വന്നുവോ? അവൻ നമ്മുടെ ആത്മാവിലുണ്ടോ? അവൻ നമ്മിൽ വസിക്കുന്നു. അതാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, ഇനിമേൽ ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവനിൽ ക്രിസ്തു ജീവിക്കുന്നു. ഇനിമേൽ ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. അതാണ് ക്രിസ്ത്യാനി. ക്രിസ്തു ജീവിക്കുന്നു. ആ ജീവിക്കുന്ന ക്രിസ്തു മനസ്സിലാക്കണം, ഡെഡ് അല്ല, ചാവുകടലല്ല. അവൻ ഗലീലി തടാകത്തിലെ പടക്കണ മീൻ പോലെയാണ്. ക്രിസ്തു അവനിൽ ജീവിക്കുന്നു. അത് ചത്ത മീനല്ല. ചത്ത മീൻ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. എന്നാൽ നല്ല മീൻ ഒഴുക്കിനെതിരെ നീന്തും. ഒഴുക്കിന് എതിരെ നീന്തി പുതുവെള്ളം തേടി വരും. അപ്പോൾ ഒരു ക്രിസ്ത്യാനി ഒഴുക്കിനെതിരെ നീന്തുന്നവനാണ്. എല്ലാ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട്, കുരിശുകളെ സ്വാഗതം, കഷ്ടതകളെ സ്വാഗതം, തിരസ്കരണങ്ങളെ സ്വാഗതം. കർത്താവ് ഈശോ മിശിഹായ്ക്ക് വേണ്ടി, ഈശോ മിശിഹ എന്നിലുണ്ട്. അപ്പം അതിൻ്റെ ആദ്യ ഭാഗം ഇതാണ്, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണല്ലോ ഒളിഞ്ഞിരിക്കുന്നത്. സ്നേഹമുള്ളവരെയും, ഈ നിധി കണ്ടെത്തണം. അതാണ് ഈശോ പറഞ്ഞത്, അന്വേഷിപ്പിൻ കണ്ടെത്തും. കണ്ടെത്തിക്കഴിഞ്ഞാലോ മുട്ടുവിൻ തുറക്കപ്പെടും. തുറക്കപ്പെട്ട് കഴിഞ്ഞാലോ ചോദിക്കുവിൻ തരപ്പെടും. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഭയങ്കര തിരക്കുള്ള ആൾക്കാർ പറയാറുണ്ട്, കഴിഞ്ഞ ആഴ്ച എൻ്റെ ജന്മദിനമായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച കൊച്ചിൻ്റെ മാമോദീസ ആയിരുന്നു, ഒരുപാട് സമ്മാന പെട്ടികൾ വന്നിട്ടുണ്ട്, തുറന്നു നോക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല എന്നുപോലെയാണ്. മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും അനുദിന പ്രാർത്ഥനയിലൂടെയും കർത്താവിൻ്റെ അഭിഷേകത്തിലൂടെയും നമുക്ക് ഒരുപാട് നിധി കിട്ടിയിട്ടുണ്ട്. അത് തുറക്കണം. ആ പെട്ടി തുറക്കണം. തുറക്കുമ്പോൾ എന്തോ കണ്ണ് തള്ളിപ്പോണ പോലെ, കണ്ണഞ്ചിക്കുന്ന പോലെ ഗോൾഡൻ. ഗോൾഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആഭരണത്തിനെ ചിന്ത. ബൈബിളിൽ ഗോൾഡ് എന്ന് പറയുന്നത് മഹത്വത്തിൻ്റെ അടയാളമാണ്. ഇത് കണ്ടോ, ഇവിടെ എല്ലാം ഇത് കണ്ടോ, ഇവിടെ എല്ലാം നിറച്ച് കണ്ടോ. ഈ മദ്ബഹായിൽ എന്താ കാണുന്നത്? ഈ മദ്ബഹ മുഴുവനും സുവർണ അല്ലെങ്കിൽ ഗോൾഡൻ കളറിലാണ്. എന്തുകൊണ്ടാണ്? മഹത്വമാണ്. ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്നതാണ് ദേവാലയം.
ഇവിടെ ചത്ത കർത്താവല്ല, ഉയർത്ത കർത്താവാണ്. ക്രിസ്ത്യാനികളെല്ലാവരും ദൈവത്തിൻ്റെ മഹത്വം അണിഞ്ഞിരിക്കുന്നവരാണ്. മഹത്വം, ആ മഹത്വത്തിൻ്റെ അടയാളമാണ് ഗോൾഡ്. അതുകൊണ്ട് ഇനി സ്വർണം ഇടുമ്പോൾ പറഞ്ഞോ, ഇത് മഹത്വത്തിൻ്റെ അടയാളമാണ്. ഞാൻ പണ്ട് രാജാക്കന്മാരും സ്വർണത്തിന് നമ്മളാണ് ഇത്രയും വില കൽപ്പിക്കുന്നത്, വില. പക്ഷേ ദൈവത്തിൻ്റെ നോട്ടത്തിൽ അത് മഹത്വത്തിൻ്റെ വിലയാണ്, മഹത്വത്തിൻ്റെ വില. നമ്മളതിന് ഒരു മെറ്റീരിയൽ, ഒരു ഭൗതികതയുടെ വിലയാണ് കൽപ്പിക്കുന്നത്, ഭൗതികമായൊരു വില. സ്വർണം ഭൗതികതയുടെ അടയാളമല്ല, മറിച്ച് മഹത്വത്തിൻ്റെ അടയാളമാണ്, മഹത്വത്തിൻ്റെ. ആ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തിനാണത് പറഞ്ഞത്? നിധികൾ ഒളിഞ്ഞിരിക്കുന്നത്, നിധികൾ ഒളിഞ്ഞിരിക്കുന്നത്, ഒളിഞ്ഞിരിക്കുന്ന നിധി. ഇല്ല, ജ്ഞാനത്തിൻ്റെയും സമ്മാനപ്പെട്ടിയുടെ അകത്ത് ഗോൾഡ് ഫോയിൽ, സ്വർണ്ണ കളറുള്ള ചില സമ്മാനം പൊതിഞ്ഞേക്കണം, ഇല്ലേ? അത് തുറന്നപ്പോഴേ അതിനകത്ത് കുറേ കുഞ്ഞു കുഞ്ഞു ബോക്സുകളിൽ പറഞ്ഞിരിക്കുകയാണ്, ഇത് അറിവ്, ഇത് ബുദ്ധി, ഇത് വെളിപാട്, ഇത് ധൈര്യം. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ സമ്മാനങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ ദാനം എന്നല്ലേ പറയണേ? ദാനം എന്ന് പറഞ്ഞാൽ വില കൊടുത്ത് മേടിക്കണതാണോ? ദാനം എന്ന് പറഞ്ഞാൽ സമ്മാനമാണ്, സമ്മാനം. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ എന്തെല്ലാമാണ്? പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ പറഞ്ഞെല്ലാവരും ജ്ഞാനം, അറിവ്, വിവേകം, ബുദ്ധി, ദൈവഭയം, ആത്മധൈര്യം, ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാണ്. അതിൽ നമ്മൾ ഒരെണ്ണത്തിൻ്റെ കാര്യം മാത്രമേ ഇപ്പോൾ പറയണുള്ളൂ. ജ്ഞാനം. ജ്ഞാനസ്നാനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം നമുക്ക് നൽകിയിരിക്കുന്നു. ഈ ജ്ഞാനമാണ് ദൈവിക രഹസ്യങ്ങളുടെ താക്കോൽ. ഈ ജ്ഞാനമാണ് കർത്താവ് ഈശോ മിശിഹ തന്നെ. ഈ ജ്ഞാനമാണ് ലോകം മുഴുവനെയും പ്രകാശിപ്പിക്കേണ്ടത്. ഈ ജ്ഞാനമാണ് ലോകത്തിൻ്റെ വെളിച്ചമെന്ന് പറയുന്നത്. അല്ലാതെ വെളിച്ചമെന്ന് പറഞ്ഞ് ട്യൂബ് ലൈറ്റോ ഈ സൂര്യപ്രകാശമോ അല്ല, ദൈവത്തിൻ്റെ ജ്ഞാനം തന്നെയാണ്. ആ ജ്ഞാനം നമ്മുടെ ബുദ്ധിക്ക് പ്രകാശം നൽകുന്നു. ആ ജ്ഞാനം ദൈവത്തെക്കുറിച്ചുള്ള അറിവ് പകരുന്നു. ഈശോ ശിശുവായിരുന്നപ്പോഴേ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 40-ാമത്തെ വചനം, എല്ലാവരും കരം ഉയർത്തി ഒന്ന് വായിക്കാം. ഒന്ന് എഴുന്നേറ്റ് നിന്നെ. ആദ്യത്തെ ദിവസം സുഖമായിട്ട് ഉറക്കം വരുന്ന ദിവസമാണ് ധ്യാനത്തിന്. കാരണം വീട്ടിൽ ജോലിയെല്ലാം നേരത്തെ കഴിച്ച് ഇന്ന് ചട്ടിയും കലവും കഴുകണ്ട, ഉച്ചയ്ക്ക് ഇവിടെ തന്നെ ഭക്ഷണം കിട്ടും. അങ്ങനെ വന്നു നല്ല മനോഹരമായി ദേവാലയത്തിൽ നല്ല ഒരു ജോലിയും ചെയ്യാണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ ഉറക്കം വരാതിരിക്കുമോ? അതുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങളൊന്ന് ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ. എല്ലാവരും ജ്ഞാനത്തിനായി ദാഹിച്ചുകൊണ്ട് ജ്ഞാനം നൽകണമേ. അങ്ങനെ നിന്നുകൊണ്ട് തന്നെ ഈ വചനം ഒന്ന് ഏറ്റു പറഞ്ഞ്, കരമുയർത്തി ഏറ്റു പറഞ്ഞ് ഈ വചനം. ശിശു വളർന്നു, ശിശു വളർന്ന് ജ്ഞാനം നിറഞ്ഞ് ശക്തനായി, ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. ഒന്നുകൂടി ശബ്ദമുയർത്തി. ശിശു വളർന്നു, ശിശു വളർന്ന് ജ്ഞാനം നിറഞ്ഞ്, ജ്ഞാനം നിറഞ്ഞ് ശക്തനായി, ശക്തനായി, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു, അവൻ്റെ മേലുണ്ടായിരുന്നു. ഇരിക്കാം. കണ്ട, നമ്മുടെ നാട്ടിലൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ പിള്ളേരെ എഴുത്തിനൊക്കെ ഇരുത്തുന്നുണ്ടല്ലോ. എന്തിനാ എഴുത്തിനിരുത്തുന്നത്? ജ്ഞാനം നിറയ്ക്കാനാണോ? അവരിച്ചിരി അക്ഷരം പഠിക്കണം, പിന്നെ കണക്ക് പഠിക്കണം, പിന്നെ ഭാഷ പഠിക്കണം, പിന്നെ സയൻസ് പഠിക്കണം. ഇതല്ല ക്രിസ്തീയ ജീവിതത്തിൻ്റെ യഥാർത്ഥ കാഴ്ചപ്പാട്. ശിശു വളർന്ന് എന്ത് നിറയണം? ജ്ഞാനം നിറയണം, ദൈവിക ജ്ഞാനം. 12 വയസ്സായ ബാലനായ ഈശോയുടെ സംസാരം കേട്ടിട്ട്
ദേവാലയത്തിലുണ്ടായിരുന്ന ശ്രേഷ്ഠന്മാർ അമ്പരന്ന് പോയി. 46-ാമത്തെ വചനത്തിൽ പറയുകയാണ്, 2-ാം അധ്യായം 46-47 പറയുന്നത് കേൾക്കാം. അവൻ ഉപാധ്യായന്മാരോടുകൂടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കണു. അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാം അവന്റെ ബുദ്ധിശക്തിയിലും കരമുയർത്തി ശബ്ദമുയർത്തി കേട്ടവരെല്ലാം അവന്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. നമ്മുടെയൊക്കെ കാലത്ത് ഇപ്പം എന്താ? ഒന്നും പറയണ്ട അല്ലേ? ഒന്നും പറയണ്ട. നമ്മുടെ പിള്ളേരെല്ലാം പറയണ കേട്ടാൽ നമുക്ക് അതിശയം തോന്നിപ്പിക്കണ മാതിരി പറയാറുണ്ടോ? ഉണ്ടാവുമായിരിക്കും അല്ലേ? എങ്ങനെയാ ഉണ്ടാകണം? അവരുടെ ബുദ്ധിശക്തി ദൈവിക ജ്ഞാനം കൊണ്ട് നിറഞ്ഞതായിരിക്കണം. ഈ ബാലൻ കുറേ കൂടി പ്രായമായപ്പോൾ അതിലും വലിയ ജ്ഞാനം നിറഞ്ഞു. അതാണ് 52-ാമത്തെ വചനത്തിൽ പറയുന്നത്. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ജ്ഞാനത്തിൽ വളർന്നു. അങ്ങനെ അവൻ പരസ്യ ജീവിതത്തിലേക്ക് വന്നു. പരസ്യ പ്രഘോഷണം ആരംഭിച്ചപ്പോൾ കേട്ടവരെല്ലാം അത്ഭുതപ്പെട്ടിട്ട്, അരെ ഇത് നമ്മുടെ ആശാരി ഔസേപ്പിൻ്റെ മകനല്ലേ? അവൻ ഇത്രയും ജ്ഞാനം എങ്ങനെയുണ്ടായി? അതിൻ്റെ കൂടെ ഇരുന്ന ഒരു അമ്മച്ചി എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ്, നിന്നെ വഹിച്ച ഗർഭവും നിന്നെ മുലയൂട്ടിയ മുലകളും എന്തോ ഒരു ഭാഗ്യം. കാരണം ആ ലോകത്തിലെങ്ങും ഇതുപോലെ ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല. ഇതുപോലെ കരുണയും സ്നേഹവും ദൈവിക രഹസ്യങ്ങളുടെ വെളിപാട് നിറഞ്ഞ ഒരാളെ. അതല്ലേ അമ്മച്ചി പറഞ്ഞതിൻ്റെ അർത്ഥം? ഇതുപോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. നിന്നെ മുലയൂട്ടിയ മുലകളും നിന്നെ വഹിച്ച ഗർഭവും എന്തോ ഒരു ഭാഗ്യമുള്ളതാണ്. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉറവിടം ജ്ഞാനമാണ്, ക്രിസ്തു തന്നെയാണ്. ആ ക്രിസ്തുവിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരുന്നത് എന്താണ്? ദൈവിക ജ്ഞാനം, ദൈവിക വെളിപാട്. ഈ ബോധ്യത്തിലാണ് പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിലെല്ലാം ആദ്യ ചാപ്റ്റർ, ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ എഫേസോസ് എടുത്തു, കൊറോസോസ് എടുത്തു, ഇനി ഇപ്പോൾ നമ്മൾ കൊറിന്ത്യോസ് എടുത്തു, കൊളോസോസ് എടുത്തു, എഫേസോസ് എടുക്കാം. എഫേസോസ് ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 8ഉം 9ഉം വചനം, പിന്നെ 17 വചനം, ഇതൊക്കെ ഒന്ന് വായിക്കാം. 8-ാമത്തെ വചനം വായിക്കാം. കൊളോസോസ് 8ഉം 9ഉം വചനം. ഈ കൃപയാകട്ടെ, എഫേസോസ് കേട്ടോ, എഫേസോസ്. ഈ കൃപയാകട്ടെ അവിടുന്ന് തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. എല്ലാവരും കരമുയർത്തിയേറ്റ് പറഞ്ഞുകൊണ്ട്, ഈ കൃപയാകട്ടെ അവിടുന്ന് തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. അവിടുത്തെ ജ്ഞാനത്തിലും വിവേകത്തിലും. ഇവിടെ ഒരെണ്ണം ഇപ്പോഴേ മനസ്സിലാക്കണം എന്നുള്ളതാണ്. എന്താണ് ഈ കൃപ? കൃപ എന്ന് നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണല്ലോ. എന്താണ് കൃപ എന്നതിൻ്റെ അർത്ഥം? കൃപ എന്നാൽ എന്താകുന്നു? അർഹതയില്ലാത്തൊരു ദാനമാണ്. എന്താണ് ആ ദാനത്തിൻ്റെ അർത്ഥം? ഇപ്പം ഇതിൻ്റെ അകത്ത് ഇതൊരു കൃപയാണ്. എന്താ ഇതിൻ്റെ അകത്ത്? ഇതിൻ്റെ അകത്ത് എന്തോ ഉണ്ട്. എന്താണത് എന്ന പോലെ കൃപ എന്നതിൻ്റെ അകത്ത്
എന്താണ് കൃപ? ശ്രദ്ധിക്കണം. കൃപ എന്നത് ഇതാ ദൈവികത. വലതുകരം ഉയർത്തുക. വലതുകരം ദൈവികത, ഇടതുകരം മാനുഷികതയാണ്. ഇനി സാവധാനം ആ വലതുകരം ഈ ഇടതുകരത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറട്ടെ. ഇങ്ങനെ ദൈവികത മാനുഷികതയിൽ ലയിക്കുന്നതിന് കൃപയെന്ന് പറയുന്നു. വിടല്ലേ, കൈവിടല്ലേ. ഇപ്പം എന്ത് സംഭവിക്കുന്നു? മാനുഷികത എന്തായി മാറുന്നു? ദൈവീകരിക്കപ്പെടുന്നു. ഒന്നുകൂടി എല്ലാവരും കരം ഉയർത്തി. ദൈവികത മാനുഷികതയിലേക്ക് ലയിക്കുന്നു. ദൈവികത മാനുഷികതയിൽ ലയിക്കുന്നതിന് കൃപ എന്ന് പറയുന്നു. ദൈവിക ജീവൻ മാനുഷിക ജീവനിൽ ലയിച്ച് മാനുഷികതയെ ദൈവീകരിക്കുന്നു. Praise the Lord. അവൻ്റെ ദൈവിക ജീവനിൽ പങ്കുകാരാകാൻ വേണ്ടി അവൻ നമ്മുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. അപ്പോൾ യേശുക്രിസ്തു വന്നത് ദൈവികത മാനുഷികതയിൽ ലയിപ്പിച്ച് നമ്മൾ ഓരോരുത്തരെയും ദൈവങ്ങളാക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഓരോരുത്തരെയും ദൈവീകരിച്ച് നമ്മൾ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ ദൈവിക സ്വഭാവം നൽകാൻ വേണ്ടിയാണ്. അങ്ങനെ ദൈവിക സ്വഭാവത്തിൽ പങ്കാളികളാണ് നമ്മൾ. ജ്ഞാനസ്നാനം, അതാണ് ജ്ഞാനസ്നാനത്തിലൂടെ ജീവൻ്റെ അടയാളത്താൽ മുദ്രകുത്തപ്പെട്ടവർ. ഇതൊക്കെ പടപടയിൽ നമ്മൾ പ്രാർത്ഥിച്ച് പോകാൻ സമയമില്ലാത്തതിൻ്റെ പേരിൽ വിശുദ്ധ കുർബാനയിൽ വൈദികൻ കുർബാന സ്വീകരണത്തിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ? നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നിങ്ങളെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ആണോ? ഒരു തുള്ളിയാണോ കിട്ടിയത്? സമ്പൂർണ്ണമാണോ കിട്ടിയത്? എന്താണ്? നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപ നമ്മെ ജീവിപ്പിക്കുന്ന കേട്ടോ. ദൈവിക ജീവൻ മരിച്ച് പാപാവസ്ഥയിലുള്ള മാരകപാപത്തിൽ കഴിയുന്ന ഒരുവനായാലും അവനിലേക്ക് ദൈവിക ജീവൻ ഈ യേശുക്രിസ്തുവിടെ പീഡാനുഭവത്തിലൂടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് നിത്യജീവൻ നൽകിയ ദൈവിക ജീവൻ അവനിലേക്ക് കടന്നു വരുമ്പോൾ പറയാണ്, നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഈ പിറവിക്കാലത്ത് വൈദികൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, കർത്താവേ, പുനരുത്ഥാനം വഴി നീ മരണത്തെ കീഴടക്കുകയും സാത്താനെ പരാജയപ്പെടുത്തുകയും സൃഷ്ടികൾക്ക് നവജീവൻ നൽകുകയും ചെയ്തു. അവിടുത്തെ പുനരുത്ഥാനം വഴി സാത്താനെ പരാജയപ്പെടുത്തുകയും മരണത്തെ കീഴടക്കി സാത്താനെ പരാജയപ്പെടുത്തുകയും സൃഷ്ടികൾക്ക് നവജീവൻ നൽകുകയും ചെയ്തിരിക്കുന്നു. പുനരുത്ഥാനം. അവിടുത്തെ പുനരുത്ഥാനം വഴി എന്ത് സംഭവിച്ചു? 3 കാര്യങ്ങൾ. മരണത്തെ ജയിച്ചു. അതായത് പാപം മൂലമുള്ള മരണത്തെ ജയിച്ചു. സാത്താനെ എന്നേക്കുമായിട്ട് പരാജയപ്പെടുത്തി. ഇനി സാത്താനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഒരു ക്രിസ്ത്യാനിയെ കാണുമ്പോൾ സാത്താൻ താനെ ഓടിപ്പോണം. സാത്താനെ പരാജയപ്പെടുത്തുകയും സൃഷ്ടികൾക്ക് നവജീവൻ നൽകുകയും ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ തുടർന്ന് വൈദികൻ വിശുദ്ധ കുർബാന സ്വീകരണത്തിനായിട്ട് തയ്യാറായി വരുമ്പോഴേക്കും ശുശ്രൂഷകൻ പ്രാർത്ഥിക്കുന്നു, സ്വർഗ്ഗരാജ്യത്തിലെ വിശ്വാസത്തോടെ കർത്താവ് ഈശോ മിശിഹായുടെ ശരീരവും രക്തവും സ്വീകരിക്കാൻ തിരുസഭ നമ്മളെ ക്ഷണിക്കുന്നു. എന്ത് മനസ്സിലായോ? ഇത്രയും വലിയ രഹസ്യങ്ങളാണ് പറയുന്നതെങ്കിലും അതൊക്കെ കൊച്ചു പിള്ളേരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അവർക്കും അറിഞ്ഞൂടാ, നമുക്കും അറിഞ്ഞൂടാ. സ്വർഗ്ഗരാജ്യത്തിലെ വിശ്വാസത്തോടെ കർത്താവ് ഈശോ മിശിഹായുടെ ശരീരവും രക്തവും സ്വീകരിക്കാൻ തിരുസഭ നമ്മളെ ക്ഷണിക്കുന്നു. സമാധാനം നമ്മുടെ കൂടെ.
പേടിപ്പിക്കണ മാതിരിയാണ്. ഇതാണ് നമ്മൾ ഇത്രയും വലിയ രഹസ്യങ്ങളുടെ അടങ്ങിയിരിക്കുന്ന ഉള്ളടക്കം മനസ്സിലാകാതെ ഒരു അധര വ്യായാമമായിട്ടങ്ങ് പോവുകയാണ്. സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ കർത്താവീശോ മിശിഹായുടെ ഈ ഉത്ഥാനം ചെയ്ത കർത്താവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കാൻ തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. വരുവിൻ. ഇന്ന് കുർബാന അർപ്പിക്കുമ്പോൾ ഈ അർത്ഥം മുഴുവനും മനസ്സിലാക്കിയിട്ടൊന്ന് സാവധാനം ആ പ്രാർത്ഥനകളൊക്കെ ഒന്ന് മനസ്സിൽ കണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ഇതാണ്, ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം 8-ാം 9-ാം വചനമാണ് നമ്മൾ കേട്ടത്. അവിടുത്തെ കൃപ. ഇപ്പോൾ കൃപ എന്നതിൻ്റെ നിർവചനം ഇപ്പോൾ മനസ്സിലായി. അവിടുത്തെ കൃപ എങ്ങനെ നമ്മളിലേക്ക് ഒഴുകിയിരിക്കുന്നു, അവിടുത്തെ കൃപയെക്കുറിച്ച് നമുക്ക് എങ്ങനെ മനസ്സിലാക്കണം? ജ്ഞാനത്തിലും വിവേകത്തിലും, ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും മനസ്സിലാക്കണം. കൃപയെക്കുറിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം വേണം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ. യേശുവേ, യേശുവേ, ജ്ഞാനം നൽകണമേ. ജ്ഞാനം നൽകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണമേ. ജ്ഞാനം നൽകണമേ. ഒന്ന് ദാഹിച്ച് പ്രാർത്ഥിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനം നൽകണമേ, വെളിപാട് നൽകണമേ, വെളിപാട് നൽകണമേ, വെളിപാട് നൽകണമേ, വെളിപാട് നൽകണമേ. ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരണമേ, ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരണം. ദാഹിക്കുക. നമ്മുടെ അറിവ് ഒരെള്ളോളമേ ഉള്ളൂ. എന്നാൽ നമുക്ക് ഇനിയും അറിയേണ്ടത് ഒരു കടലോളമുണ്ടെന്നാണ് പറയാം. What I know is a drop. What I do not know is an ocean. നമ്മുടെ അറിവ് ഒരു എള്ളോളമേ ഉള്ളൂ. നമുക്കറിയാനുള്ളത് ഒരു കടലോളമുണ്ട്. സ്നേഹമുള്ളവരെയും, ഈ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ 17 മുതലുള്ള വചനങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക, ഉച്ചത്തിൽ പ്രഘോഷിക്കുക. ഇത് നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാവരും കരമുയർത്തി ഒന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. എന്തോ ഒരു വലിയ കാര്യമാണ്. എന്തോ ഒരു വലിയ കാര്യമാണ്. ഒന്നുകൂടി ശ്രദ്ധയോടെ ഒന്ന് കേട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. നമുക്ക് വേണ്ടത് ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്. എന്താണ് നിത്യജീവൻ? പെട്ടെന്നൊന്ന് പറഞ്ഞേ, നിത്യജീവൻ എന്നാൽ എന്താകുന്നു? വെരി ഗുഡ്, നിങ്ങൾ പാസ്സായി. ഏക സത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക. ഈ അറിവ് നമ്മുടെ കോളേജിൽ പോകണം, അല്ലെങ്കിൽ കോളേജിൽ പഠിപ്പിക്കണം, ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കി എന്താ നിത്യജീവൻ.
അറിയില്ല. കാരണം കോളേജിൽ നമ്മൾ പഠിക്കുന്നത് കെമിസ്ട്രി, ബോട്ടണി, ഫിസിക്സ്, ബയോളജി, സുവോളജി, അതെല്ലാം സൃഷ്ടിയെക്കുറിച്ചുള്ള അറിവാണ്. എന്നാൽ അതോടൊപ്പം സൃഷ്ടാവിനെ കുറിച്ച് അറിയണോ വേണ്ടയോ? ഇപ്പം തൽക്കാലം നമുക്ക് നമ്മുടെ കാര്യം നോക്കാം അല്ലേ? നമ്മുടെ ശുശ്രൂഷാവേളയിൽ ഒരു ശുശ്രൂഷകൻ ആവശ്യമായിരിക്കേണ്ട അറിവ് എന്താ? കെമിസ്ട്രി ആണോ, ഫിസിക്സ് ആണോ, അതോ ഏക സത്യദൈവമായ അങ്ങയെക്കുറിച്ചും അങ്ങയച്ച യേശുക്രിസ്തുവിനെ കുറിച്ചുമുള്ള അറിവ്. അത് രണ്ടർത്ഥമാണ്. അറിയുക എന്നതിൻ്റെ അർത്ഥം ഒന്ന് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെയുള്ള അറിവ്, രണ്ട് ഹൃദയത്തിലുള്ള ഒരു ആത്മബന്ധം. ഇപ്പം എൻ്റെ ഭാര്യയോട് ചോദിക്കുകയാണ്, ഈ തോമസ് പോളിനെ അറിയോന്നോ? എൻ്റെ ഭർത്താവാണ്, എൻ്റെ ജീവിത പങ്കാളിയാണ്. എന്ന പോലെ തന്നെയാണ് യേശു നിങ്ങളുടെ ആരാ? യേശു എൻ്റെ മണവാളനാണ്, യേശു എൻ്റെ ജീവനാണ്. നമ്മുടെ ആത്മാവ് മണവാട്ടിയാണ്, യേശു എൻ്റെ മണവാളനാണ്. അതർത്ഥത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചോളം ക്രിസ്തു അവൻ്റെ ജീവിത പങ്കാളിയാണ്, അവൻ്റെ പ്രാണനാഥനാണ്, അവൻ്റെ ജീവനാഥനാണ്. എന്നിട്ട് അവനെക്കുറിച്ച് എന്തറിയാം? അവനെക്കുറിച്ച് അറിവ് പൂർണ്ണമായിട്ട് കിട്ടിക്കഴിഞ്ഞോ? അവനെക്കുറിച്ചുള്ള അറിവ്, അതാണ് നിത്യജീവൻ. എന്താണ് നിത്യജീവൻ? എല്ലാവരും കരമുയർത്തി. ഏക സത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പോൾ ആ അറിവിലേക്ക് നമ്മൾ നീങ്ങണമെങ്കിൽ നമുക്ക് നിത്യജീവനുണ്ട്. ജ്ഞാനസ്നാനത്തിൽ തന്നെ നമ്മൾ നിത്യജീവനുണ്ട്. പക്ഷേ ഈ സമ്മാനപ്പെട്ടി തുറക്കണ്ടേ? അത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ കാലയളവിലും നമ്മിലേക്ക് വലിയ നിറഞ്ഞ അറിവ് പകർന്നുകൊണ്ടിരിക്കുന്നു. അതാണ് എഫെസോസിൽ എഴുതിയത്. ഒന്നുകൂടി വായിക്കാം, 17-18. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്നറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. ശരിക്കും ഉറക്കം വരാനുള്ള സബ്ജക്റ്റാണ് ഇല്ലേ? ഇല്ലേ? ഇതൊക്കെ കേട്ടിരിക്കുകയാണെങ്കിൽ എന്താ തോന്നണേ? ഇതാണ് പറഞ്ഞ് നമ്മൾ പാല് മാത്രം കുടിച്ചാൽ പോരാ, ഘനമുള്ള ഭക്ഷണം കഴിക്കണം. നമുക്കൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ ഉൾക്കണ്ണുകൾ തുറക്കണമേ, എൻ്റെ ഹൃദയത്തിന്റെ നയനങ്ങൾ തുറക്കണമേ. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ എന്നെ ജ്വലിപ്പിക്കണമേ. രക്ഷയെക്കുറിച്ചും ദൈവനീതിയെക്കുറിച്ചും കൂടുതൽ വെളിപാടുകൾ നൽകണമേ. വെളിപ്പെടുത്തലുകൾ നൽകണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ കത്തിപ്പടരണമേ. പരിശുദ്ധാത്മാവേ, വെളിപാട് നൽകണമേ. ജ്ഞാനം നൽകണമേ. ഹല്ലേലൂയ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.